സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് നിലവിലുണ്ട്. ഇവര് വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. പ്രധാനമായി കൃത്യമായ ഒരു വേതനം കിട്ടുന്നില്ല. അവർക്ക് 350-400 രൂപയാണ് കൊടുക്കുന്നത്. പല പല ഏജൻസികളാണ് ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കോർഡിനേറ്റർ ആണെങ്കിൽ ഇവർക്ക് ഒരു മര്യാദ കൂലി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂടി വന്നാൽ 500 രൂപയാണ്. അതിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ കോർഡിനേറ്റർ സബ് കോർഡിനേറ്റർമാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. താഴെ തട്ടിലെത്തുമ്പോഴേക്ക് ഇവർക്ക് വളരെ തുച്ഛമായ കൂലിയാണ് കിട്ടുന്നത്. അതിനൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റർ ആണെച്ചാൽ ബുദ്ധിമുട്ടില്ല, പല കോർഡിനേറ്റർമാർക്കും കൊടുക്കാതെ നേരിട്ട് ഇവർക്ക് മാന്യമായ ഒരു കൂലി കിട്ടാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം. അതുപോലെ തന്നെ ജോലി സമയം. സാർ ഇവര് നേരത്തെ 5 മണിക്ക് സെറ്റിലെത്തണം എന്ന് പറയും, എന്നിട്ട് 11 മണിക്കാണ് സാർ ഷൂട്ട് തുടങ്ങുക. പല ഭാഗത്തുനിന്ന് പല വാഹനങ്ങളും ഉപയോഗിച്ച് പല വാഹനങ്ങൾ കയറിയാണ് ആ സ്ഥലത്ത് എത്തുന്നത്. അവർക്കൊരു യാത്ര വെച്ചാൽ റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡിൽ നിന്നോ ഇവരെ സെറ്റിലെത്തിക്കുകയും തിരിച്ചു കൊണ്ടുവിടുന്ന ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ കണ്ടിന്യൂ വർക്ക് എന്ന് പറയും, എന്നിട്ട് താമസ സൗകര്യം ഇല്ല, നിങ്ങൾ എവിടെ വെച്ചാൽ താമസിച്ചോളൂ എന്നാണ് പറയാറുള്ളത്. ഞാൻ ഓടിച്ചു പോവുകയാണ്, കുറെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. അതുപോലെ തന്നെ വേർതിരിവാണ് ഇന്ന് സെറ്റുകളിൽ ഭക്ഷണം. ജൂനിയർ ആർട്ടിസ്റ്റിന് വേറെ ഭക്ഷണം, 2-3 തരത്തിലുള്ള ഭക്ഷണമാണ്, വേർതിരിവാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ സെറ്റുകളിൽ നടക്കുന്നത്. ഇതിന്റെ ബന്ധപ്പെട്ടവരെല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വരുന്നത്. ഒറ്റ ഭക്ഷണം മനുഷ്യരില്ല സാർ. രാവും പകലും ഇല്ലാതെ ഇവർ പറയുന്ന അതേ ജോലി ചെയ്ത് ചെറിയൊരു തുക കൂലി മേടിച്ചാണ് പോകുന്നത്. അവിടെ ഭക്ഷണത്തിന് വേർതിരിവ് കാണിക്കാൻ പാടില്ല. പിന്നെ കൃത്യമായ കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ വിശ്രമിക്കാൻ, ഏത് ജോലിക്കും ഒരു വിശ്രമം ഉണ്ടല്ലോ സാർ, ആ വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം സെറ്റുകളിൽ ഏർപ്പെടുത്തി കൊടുക്കണം. അതുപോലെ ഇന്ന് വസ്ത്രം മാറാനുള്ള സൗകര്യം സെറ്റുകളിൽ ഇല്ല. വസ്ത്രം മാറാൻ പല മറവിൽ നിന്നാണ് ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകൾ വസ്ത്രം മാറിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തണ്ടേ സാർ? അതുപോലെ തന്നെ സെറ്റുകൾ എമർജൻസി വൈദ്യസഹായം, അവിടെ ചില ആളുകൾ കുഴഞ്ഞു വീഴുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങൾ വരുമ്പോൾ അർജന്റായി ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കണം ഇവർക്ക്. അതുപോലെ തന്നെ ബാത്റൂം സൗകര്യം. ഇന്ന് ബാത്റൂം പോകുന്നത് അടുത്ത വീടുകളിൽ ഈ സ്ത്രീകൾ പോകുമ്പോ ഈ ബാത്റൂം പോട്ടെ ചോദിച്ചാൽ ആളുകൾ പറയും പഠിക്കുന്നവരുണ്ടാകും. അപ്പൊ അത്തരം സൗകര്യങ്ങൾ നിർബന്ധമായും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അതുപോലെ ക്ഷേമനിധി, ഇൻഷുറൻസ്, അവരുടെ എല്ലാ വിധത്തിലുള്ള പെൻഷൻ ഇത്തരം ആളുകൾക്ക് ഈ സെറ്റുകളിലുള്ള ഈ അവഗണന അവസാനിപ്പിക്കാൻ ഇവർക്ക് എഗ്രിമെന്റ് ഉണ്ടാക്കി സംഘടനയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാവണം. ഈ എല്ലാ തരത്തിലുള്ളവർക്കും ഇവിടെ നിന്ന് കമ്മിറ്റികളുണ്ട്. ഫെഫ്ക, അതുപോലെ അമ്മ, മറ്റ് ടെക്നീഷ്യന്മാർക്കൊക്കെ കമ്മിറ്റികളുണ്ട്. എന്തുകൊണ്ട് സാർ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന് ഇവിടെ അവരുടെ കാര്യങ്ങൾ പറയാനും അവരുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒരു വേദി ഒരുക്കി തന്നാൽ ഇത്തരം ആളുകളുടെ പ്രതിനിധികളെ ഈ ഗവൺമെന്റ് തലത്തിൽ ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വേദി ഒരുക്കി തരണം എന്നാണ്. എന്നാൽ പരമാവധി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും എന്നാണ് ചുരുങ്ങിയ വാക്കിൽ അറിയിക്കാനുള്ളത്.